കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരട്ടയാറിൽ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഏറ്റവും ദുരൂഹമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചു എന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. വനിതാ കമ്മീഷൻ സുവമോട്ടോ സ്വമേധയാ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കട്ടപ്പന പോലീസിനോട് ഈ ദുരൂഹ മരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത് മുമ്പ് പോക്സോ കേസിൽ വിക്ടിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. 17-ാം വയസ്സിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രൂപത്തിൽ പീഡനത്തിനിരയായി ആ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, പോക്സോ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഈ വീട്ടിനകത്ത് ദുരൂഹമായിട്ടുള്ള നിലയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴുത്തിൽ ബെൽറ്റ് കുരുങ്ങി മരണപ്പെട്ടു എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. കുട്ടിയുടെ അമ്മയെ ഇന്ന് കണ്ട് സംസാരിച്ചു. അമ്മ പറയുന്നത് രാത്രി ഉറങ്ങിയിരുന്ന പെൺകുട്ടിയെ രാവിലെ മരിച്ച നിലയിലാണ് കാണുന്നത്. അത് കട്ടിലിൽ കിടന്ന് ചെരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ്. അത് തീർച്ചയായിട്ടും കഴുത്തിൽ ബെൽറ്റ് കുരുങ്ങി ഒരു പെൺകുട്ടിക്ക് സ്വമേധയാ മരണപ്പെടാൻ എങ്ങനെയാണ് കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക അത് വാർത്തകൾ കേൾക്കുന്ന ആർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഈ കേസിൽ തീർച്ചയായും ആ മരണം സംഭവിച്ചത് ഏത് നിലയിലാണ് എന്ന് നല്ല ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. ഇത്തരത്തിൽ പോക്സോ കേസിലെ വിക്ടിമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു 2 വർഷത്തിനുള്ളിൽ, അതും ആ കേസ് വിചാരണ പൂർത്തിയാവാത്ത സന്ദർഭത്തിൽ സ്വന്തം വീട്ടിനകത്ത് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഈ കേസിലൂടെ വെളിപ്പെട്ടു വന്നിട്ടുള്ളത്. ഏത് നിലയിലാണ് ആ പെൺകുട്ടി മരണപ്പെടാൻ ഇടയായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്തി എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സമാഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കണം ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത് എന്ന് വനിതാ കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ പോലീസ് ഇത്തരം കേസുകളിൽ കാട്ടുന്ന ജാഗ്രതയേറിയിട്ടുള്ള സമീപനം, ഇന്നിപ്പോ ജിഷ കേസിലെ കേസിൽ ആ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള വിധി ഹൈക്കോടതി കൂടി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിധി വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ ദുരൂഹ മരണങ്ങളും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ട് മരണപ്പെടുന്ന സംഭവങ്ങൾ അടിക്കടിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന് ഈ സമൂഹം തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഇരട്ടയാറിൽ നടന്നിട്ടുള്ള ഈ ദുരൂഹ മരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കേസിൽ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തു വരിക. അതുകൊണ്ട് ഈ കേസിൽ കുറ്റമറ്റ നിലയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG UKG പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.